Hello everyone. Today we are going to discuss about the last two pages of the first chapter and the second chapter. Okay. So pick the correct answer. Which breed of the dog is this? Eda Labrador. Which is the worst smelling flower in the world? That is Titanium arum. ഇതാണത് നമ്മൾ ചേനപ്പൂവ് എന്നൊക്കെ പറയപ്പെടാറുണ്ട്. ഭയങ്കര ബാഡ് സ്മെല്ലാണ് അതിനുള്ളത്. വിച്ച് ഓഫ് ദീസ് ആനിമൽ ലേ എഗ്? ഏതാണ് ഈ തന്നിരിക്കുന്ന ആനിമലിലെ മുട്ടയിടുന്നത് ഏതാണ് എന്നാണ്. ദാറ്റ് ഈസ് പ്ലാറ്റിപ്പസ്. ഓക്കെ, അത് ഇതാണ് കേട്ടോ. അത് ഇവിടെ തന്നിരിക്കുന്ന ചിത്രാണേ. ഓക്കെ, വാട്ട് ഡസ് എ ക്യാമൽ ഡു വെൻ ഇറ്റ് അപ്സെറ്റ്? അത് അപ്സെറ്റ് ആവുന്ന സമയത്ത് അതെന്താണ് ചെയ്യുന്നത്? സ്ലീപ്പ്. എന്താ ചെയ്യാ? സ്ലീപ്പ്. ഓക്കെ, write true or false for the following. Curd is formed by the bacterium called rhizobium. Curd rhizobium പറയുന്ന ബാക്ടീരിയം കൊണ്ടാണ് കേർഡ് ഫോം ചെയ്യുന്നത്, ഉണ്ടാവുന്നത് അല്ല. അത് ഫോൾസ് ആണ്. ഏതാ പിന്നെ ബാക്ടീരിയം? ലാക്ടോബസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് കേർഡ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നത്. റൈസോബിയം എന്ന് പറയുന്നത് എന്താ? റൂട്ട് നോഡ്യൂൾസിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയമാണ്. ലെഗുമിനസ് പ്ലാന്റ്, പയറുവർഗ്ഗ ചെടികളിൽ കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് റൈസോബിയം. ഓക്കെ, ഫംഗൈ ആൻഡ് ആൽഗ ആർ പ്ലാന്റ്സ്. ഫംഗയും ആൽഗയില്ലേ പായലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതേപോലെ ഫംഗസുകളും ഉണ്ട്. അതൊരു പ്ലാന്റ്സ് ആണോ? യെസ്, ദാറ്റ് ഈസ് ട്രൂ. The sulfur compound released while cutting an onion mixes with tears to form a sulfuric acid which makes us cry. Onion cut ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സൾഫർ കോമ്പൗണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കരയുന്നത്. Is it true or false? That is true. A flying fox is a type of fox. ഒരു flying fox എന്ന് പറയുന്നത് ഒരു type of fox ആണ്. Is it true or false? Yes, that is false. Okay. The monkey, lemur, chimpanzees and gorillas are called എന്താ അവരെ പറയപ്പെടുക? primates എന്നാണ് പറയപ്പെടുന്നത്. Okay. Dash used to treat malaria is obtained from the bark of the sycamore nut tree. എന്താണ് മലേറിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ യൂസ് ചെയ്യാൻ എന്നൊരു പേര് പറയും. കിനാൻ എന്നാണ് അതിന് പറയുന്ന പേര്. Okay. A group of flamingos is called. Flamingo എന്ന് പറയുന്നത് ഈ ബേർഡ്സ് ആണ്. ടെക്സ്റ്റ് ബുക്കിന് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ ബേർഡ്സ്. അതിനെന്താ പറയാ? ഫ്ലമോപാൻസ് എന്നാണ്, ബോയൻസ് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഡാഷ് ഈസ് എ ക്രോസ് ബിറ്റ്വീൻ എ മെയിൽ ടൈഗർ ആൻഡ് ഫീമെയിൽ ടൈഗർ. അതിന് ചികൻ എന്നാണ്, ടൈഗൻ എന്നാണ് പറയുന്നത് കേട്ടോ, ചികൻ. ഇതിനകത്ത് സോ മെനി ഇൻസെക്ട്, ചില ഇൻസെക്റ്റുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇറ്റ് റിസംബിൾസ് എ ട്വീഗ് ആൻഡ് പ്രോപ്പർലി ദ വേൾഡ് ലോങ്സ്റ്റ് ഇൻസെക്ട് ആണ് ഇതിനെ അറിയപ്പെടുന്നത്. ലോങ്സ്റ്റ് ഇൻസെക്ട് ആണ്. അതേതാണ്? ദാറ്റ് ഈസ് സ്റ്റിക്ക് ഇൻസെക്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രത്തിനകത്ത് ഇവിടെ കാണാൻ പറ്റും. സ്റ്റിക്ക് ഇൻസെക്ട് കോല് പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഇൻവേർട്ട് ദ നെസ്റ്റ് ഓഫ് ദി അതർ ആൻഡ് ടു ക്യാപ്ചർ ആൻഡ് എൻസ്ലേവ് ദ വർക്കർ ആൻഡ്. അത് ഏത് ആൻഡ് തന്നെയായിരിക്കും? ആമസോൺ ആൻഡ് ആണ്. ഇൻവേഡ് ദ നെസ്റ്റ് ഓഫ് അതർ ആൻഡ്സ്, മറ്റുള്ള ആൻഡ്സിന്റെ അടുത്ത് പോയി അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് അവിടെ ഒരു എൻസ്ലേവ് ദ വർക്കേഴ്സ് ആൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ആൻഡ് ആണ്. മറ്റുള്ളവരെ വർക്കർ ആയിട്ട് അവിടെ ഇത് പോയിട്ട് അവിടെ അതിനെ ഭരിക്കും. അങ്ങനെയുള്ള ആൻഡ് ആണ് ആമസോൺ ആൻഡ്. കുറച്ച് വലുപ്പം കൂടിയ ഒരു ആൻഡ് ആണ്. ദി ഇൻസെക്ട് ഈസ് ഓൾസോ സ്മോൾ that it can pass through close the door and window. ചെറിയ ഡോർ ഒക്കെ അടച്ചു വെച്ചാലും ഇത് അതിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് പോകും. ആ ഇൻസെക്ട് ഏതാണ്? നോസി എന്ന് പറയുന്ന ഒരു ഇൻസെക്ട് ആണ് ഇത്. ഞാൻ അതിന്റെ ഒക്കെ ചിത്രം കാണിച്ചു തരാം കേട്ടോ. ഇറ്റ് ഈസ് എ nocturnal brown insect found in the dirty kitchens. അത് നിങ്ങൾക്ക് അറിയാം അല്ലെ, കോക്രോച്ചസ്. The insect found in Madagascar has sprackling wings. നല്ല വിങ്സ് ഒക്കെ ഇങ്ങനെ സ്പ്രാക്കിൾ, അതായത് ഇങ്ങനെ കത്തുന്ന പോലെ നമുക്ക് തോന്നും, അത് തിളങ്ങുന്നത് പോലെ. അത് ഏതാണ്? ഒരു ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ പോലത്തെ ഉള്ള ഒരു സംഭവമാണ്. സൺസെറ്റ് മോത്ത് ആണ് കേട്ടോ. മോത്ത് എന്നാണ് അതിനെ പറയാ, സൺസെറ്റ് മോത്ത്. A swarm of this insect can travel a long distance and destroy crop. ക്രോപ്പിനെ ഒക്കെ നശിപ്പിക്കും, കുറേ ദൂരം സഞ്ചരിക്കാനും പറ്റും. അതേതാ? ലോക്കസ്റ്റ് എന്ന് പറയുന്ന ഇൻസെക്ട് ആണ്. ചീവീട് പോലെ നിങ്ങൾ എന്താ, നമ്മൾ പച്ചത്തുള്ളന്റെ ഒരു ഞാൻ ചിത്രം കാണിച്ചതരേ, അതുപോലത്തെ ഒരു സാധനമാണേ. The insect has red black with black spot. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാ? ലേഡി ബേർഡ് അല്ലേ? ബ്ലാക്ക് കുത്ത് നിങ്ങൾ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ബ്ലാക്ക് കുത്തുകൾ നമ്മുടെ ചിത്രത്തിന്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് പേജിന്റെ. ഇതാ കണ്ടോ? Okay. It is a brown or green harmless insect
ലീവ്സ് among grasses. ഗ്രാസസിൽ ആരെയും ഒന്നും ചെയ്യാണ്ട് ആ ഗ്രാസിനെ ഒന്നും നശിപ്പിക്കാണ്ട് ജീവിക്കുന്നത് ആരാണ്? ഗ്രാസിൽ നോക്കിയാൽ കാണുന്ന ആരാ? ഗ്രാസ് ഹോപ്പ്. നോക്കിക്കേ, ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റിക്ക് ഇൻസെക്ട്. ഏറ്റവും നീളം കൂടിയ ഇൻസെക്ട് സ്റ്റിക്ക് ഇൻസെക്ട്. ഓക്കെ, ഇതാണ് ആ ബട്ടർഫ്ലൈ പോലത്തെ മോത്ത്. മോത്ത് ബട്ടർഫ്ലൈ പോലെ നമുക്ക് തോന്നുന്നു, പക്ഷെ ഇതിനെ നമ്മൾ മോത്ത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് ആ ഡോറിന്റെ ഉള്ളിൽ കൂടി ഒക്കെ പോകുന്ന നോസി. ഓക്കെ, ഇത് ലോക്കസ്റ്റ്. ഞാൻ പറയല്ലേ, ചെടികളെയൊക്കെ നശിപ്പിക്കുന്ന ആ ഒരാൾ. ഇനി കം ടു ദ സെക്കൻഡ് ചാപ്റ്റർ, വേർഡ്സ്. നമ്മൾ ഇതിനകത്ത് കുറച്ച് ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, പ്ലിയോനെസം എന്നാണ് ഇതിനെ പറയുന്നത്. അതെന്താ വെച്ചാല്, നമ്മളൊരു സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു പർപ്പസും ഇല്ലാണ്ട് ചില വേർഡ്സ് കയറി വരാം, എക്സ്ട്രാ വേർഡ് ആയിട്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലിയോനെസംസ്. ഓക്കെ, പ്ലിയോനെസംസ്. അപ്പൊ അതിൽ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾക്ക് അതിന് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. ജോഷുവ ഹാസ് gained 15 kilogram in weight since I last went. നമുക്ക് ശരിക്കും കിലോഗ്രാംസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ വെയിറ്റിന്റെയാണ്. പിന്നെ ഇൻ വെയിറ്റ് എന്ന് അവിടെ പറയേണ്ട കാര്യം നമുക്ക് ഇല്ല, അതൊരു എക്സ്ട്രാ വേർഡ് ആണ്. അപ്പൊ അതാണ് അതിലെ പ്ലിയോനെസം. ഓക്കെ സർ, പ്ലീസ് ഗിവ് മീ another minute to finish my exam. I am on the last and final question. ഒന്ന് നോക്കിക്കേ, ഇതിൽ ഏതാ അത്? എങ്ങനെയായിരിക്കും അത് വരിക? I am on the last and final question. I am on the last question എന്ന് പോരെ, പിന്നെന്തിനാ ഒരു ഫൈനൽ അല്ലേ? അവിടെ ആവശ്യമില്ലാത്ത ഒരു എക്സ്ട്രാ സെന്റൻസ് ആണ്. Seeing my grandmother outside our house walking up the driveway was unexpected surprise. Surprise എന്ന് പറഞ്ഞാൽ തന്നെ അത് unexpected ആണ്. പിന്നെ എന്തിനാ അവിടെ ഒരു unexpected അല്ലേ? അപ്പോ അതാണ് അതിലെ പ്ലിയോനെസം. I need to talk to you about something. Do you have a quick minute? Do you have a minute? Quick minute, മിനിറ്റും ഒക്കെ ഒന്ന് തന്നെയല്ലേ വരുന്നത്. അപ്പൊ a quick ആവശ്യമില്ല. Divya has scored high grades in the last 4 tests in a row without a miss. ഏതായിരിക്കും? In a row without a miss. അത് ആവശ്യമുണ്ടോ? ഇല്ല. Okay, without a miss അവിടെ നമുക്ക് ആവശ്യമില്ല. Saurav has testified as a witness because he saw what happened that day with his own eyes. സൗരനെ വിറ്റ്നസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, അവൻ എന്തോ കണ്ടു. അപ്പൊ അവനെയാണ് വിറ്റ്നസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോ that day with his own eyes. നോക്കിക്കേ, അവന്റെ തന്നെ കണ്ണുകൊണ്ട് നമ്മൾ പറയും, പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമുണ്ട്. അവന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയാം. അവന്റെ തന്നെ കണ്ണുകൊണ്ട് വേണോ? with his own വേണോ? വേണ്ട, with his eyes എന്ന് മതിയില്ലേ? Alexander Graham Bell's telephone was a new innovation that transformed our lives. ഏതായിരിക്കും വരിക? A new innovation എന്ന് പറഞ്ഞാൽ തന്നെ പുതിയതാണ്. പിന്നെ a new എന്തിനാ? ആവശ്യമില്ല. Dinner will be served at 7 PM in the evening. In the evening വേണോ? 7 PM പറഞ്ഞാൽ എന്താ? ഈവനിങ് ടൈം തന്നെയാണ്. പിന്നെ എന്തിനാ in the evening? Ali bought a lovely bucket of flower for his mother on her birthday. Buckets എന്ന് പറയുന്നത് നമ്മൾ ഫ്ലവേഴ്സിനെ തന്നെയാണല്ലേ അങ്ങനെ പറയാറുള്ളത്. വേറെ എന്തിനെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? ഇല്ല. പിന്നെ ഓഫ് ഫ്ലവേഴ്സ് എന്തിനാ അവിടെ? ആവശ്യമില്ല. The twins looked exactly the same. Twins looked same തന്നെയല്ലേ? പിന്നെ exactly എന്താ? Twins എന്ന് പറയുമ്പോൾ സെയിം ആണെന്ന് പറഞ്ഞാൽ തന്നെ രണ്ടുപേരും ഒരേപോലെ. പിന്നെ exactly അവിടെ ആവശ്യമില്ല. An island is surrounded by water on all sides. Island is surrounded by water. ശരിയല്ലേ? ഐലൻഡ് എന്ന് പറഞ്ഞാൽ നടുക്കുള്ളത്, ചുറ്റും വെള്ളമുള്ളതിനെയാണ് നമ്മൾ ഐലൻഡ് എന്ന് പറയുക. പിന്നെ on all sides എന്നതിന്റെ ആവശ്യമല്ലേ? ആവശ്യമില്ല. Amundsen made an enormous contribution in the field of economics. Amundsen made an enormous contribution in economics എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ in the field? അതവിടെ ഒരു എക്സ്ട്രാ ആണ്, ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിലെ പ്ലിയോനെസംസ് എന്ന് പറയുന്ന വേർഡ്സുകൾ. ഓക്കെ, we are planning in advance to go on a vacation. We are planning in advance to go on a vacation. എന്താ അവിടെ വരുന്നത്? in advance എന്ന് പറയുന്നത് go on planning എന്ന് പറഞ്ഞു, പിന്നെ in advance വേണോ? വേണ്ട. Past experience shown that Vinitha always finishes her work on time. Past experiences എന്ന് പറയുമ്പോൾ തന്നെ എന്താ? അതൊരു പാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നത് അല്ലെ? പിന്നെ അവിടെ പാസ്റ്റ് വേണോ? വേണ്ട. On a map, the water bodies are shown in blue color. ഏതായിരിക്കും?
യെസ്, ബ്ലൂ എന്ന് പറഞ്ഞാൽ തന്നെ ബ്ലൂ ഒരു കളർ അല്ലേ, പിന്നെ ഇതിന് എക്സ്ട്രാ ഒരു കളർ അല്ലേ, വേണ്ട. അപ്പൊ ഇങ്ങനെയുള്ള വേർഡ്സിനെ നമ്മൾ എക്സ്ട്രാ വരുന്ന വേർഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലിയോനസംസ്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ വായിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു.